നവാബ് വെസ് ആദിൽ മുത്തേ. നോക്കാം മത്സരം ചൂടേറി മുത്തേ. ഫസ്റ്റ് പ്രൈസ് 5 lakh ആക്കിയിട്ടുണ്ട്. 1 lakh ഞാൻ ഉയർത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ സ്പോൺസർ വന്ന് നമുക്കൊരു സ്പോൺസർ സെനോക്സ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് മുത്തേ. അപ്പോൾ നമ്മൾ നോക്കാം പിന്നല്ല. ഓക്കെ നോക്കാം. മത്സരം ഇപ്പോഴാണ് കട്ടിയായത് മുത്തേ. ഉള്ള കാര്യം പറയല്ലേ. അവിടെ എത്ര നേരം ഇങ്ങനെ നിൽക്കും ഈ പുഷപ്പ് എടുക്കണമെല്ലാം. ഫസ്റ്റ് പ്രൈസ് 5 lakh. പവർ എന്തായാലും ചിലപ്പോൾ നെറ്റ് പോയിട്ടാണെങ്കിൽ ഒരാൾ പോവില്ലേ, അത് നമ്മൾ കൂട്ടും കേട്ടോ. നെറ്റ് നിങ്ങൾ ഇടിച്ച് മാറുക, ഗെയിമിൽ നിന്ന് പോവുക ചെയ്താൽ അടുത്ത സെക്കൻഡ് നിങ്ങൾ ഔട്ടാണ്. അത് എത്രയേ ഉള്ളൂ മുത്തേ. അയ്യോ പവറായി മുത്തേ. ഉള്ള കാര്യം അല്ല. ഇപ്പോൾ റൂമിൽ എത്ര പേരുണ്ട്? റൂമിൽ കുറേ പേര് വന്നതാണ്. ഇപ്പോൾ തന്നെ 9 പേര് റൂമിൽ തന്നെ ഉണ്ട്. ലൈവ് തന്നെ 10-11 പേരാ ലൈവ് വ്യൂസ്. ഇത്രയും പേര് ഒരു മത്സരം കാണാൻ വേണ്ടി വന്ന് നിൽക്കുവാണ് മുത്തേ. നോക്കാം കേട്ടാ, അത്രയും പറയണോളൂ. പുഷപ്പ് ഫൈനൽ മാച്ചാണ്. നോക്കാം ശ്രദ്ധിച്ച് കളിക്കാം. നമ്മൾ കളി വളരെ ശ്രദ്ധിക്കണം. നവാബ് നോക്കാം അതാരാ പോടുന്നത് അവിടെ കൂടെ അതിനിടയിൽ. എടാ ഇതല്ല, ഇത് ഡബിൾ സ്ട്രീമാണ് മുത്ത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഡബിൾ സ്ട്രീം ആയിട്ടുണ്ടേ. ഉള്ള കാര്യം പറയില്ല, ഇത്രയും വലിയ ഡബിൾ സ്ട്രീം നമ്മൾ പ്രതീക്ഷിച്ചില്ല. നോക്കാം വാശിയേറിയ മത്സരം. വാശിയേറിയ മത്സരം മുത്തേ. നോക്കാം ഗോഡ് ഫാദർ നൻപനൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. അവിടെ നോക്കാം കേട്ടോ. ആര് ജയിക്കുന്നത് എനിക്കൊന്ന് അറിയണം മുത്തേ. നവാബ് ഓർ ആദിൽ. നവാബ് ഡബ്ല്യു സെറ്റ്. ഓക്കെ നോക്കാം. എടാ നമ്മൾ ലൈവിലാണ് നിൽക്കണം, എല്ലാവരും ലൈവിലാണ്. ഇപ്പോൾ ജയിക്കണമെന്ന് എന്തായാലും ഡബ്ല്യു ഓറ ആയിരിക്കും കേട്ടോ. അത്ര ഞാൻ പറഞ്ഞോളൂ മുത്തേ. പക്ഷെ അല്ല, ഫൈനൽ വരെ വന്നത് തന്നെ ഒരു ഓറയാണ്. അതും സമ്മതിക്കേണ്ട കാര്യമാണ്. മിഷ എൻ്റെ അടുത്ത് നിൽക്കണേ. ഓക്കെ അവിടെ ഇവന്മാരെ ഞാൻ ശ്രദ്ധിക്കട്ട്. എടാ ബാക്കിയുള്ളവരൊക്കെ അവന്മാരെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കണം മുത്തേ. എന്തൊരു കയ്യടി കൊടുക്കണം. കയ്യടി റിമോട്ട് ഒരു സർ. നോക്കാം എടാ ആദിലും വിട്ടു കൊടുക്കാനില്ല, നവാബും വിട്ടു കൊടുക്കാനില്ല മുത്തേ. നോക്കാം വാശിയേറിയ മത്സരമാണ് മുത്തേ. മത്സരമാണേ. ആരാത് നിർത്തുവാടാ. ഇതെനിക്കിപ്പം ഇതിനൊരു തീർപ്പ് കിട്ടാതെ എനിക്ക് വച്ചിട്ട് നിൽക്കത്തില്ല. ഓക്കെ എന്തായാലും നോക്കാം നമുക്ക് നോക്കാം ആരായിരിക്കും മുത്തേ. പാപത്തി മാറിക്കോണ്. നോക്കാം അല്ല അങ്ങനെയാണെന്ന് അറിയണമല്ലേ മുത്തേ. നമ്മൾ പിന്നെ അങ്ങനെയാണ് നമുക്ക് അറിയണം മുത്തേ. ആര് ജയിക്കുമെന്ന്. ഇപ്പം എനിക്കും ഇത്തിരി ഇതായടാ. എനിക്കിപ്പോൾ ഇത്തിരി ആകാംക്ഷയായി മുത്തേ. ആര് ജയിക്കുമെന്ന്. നവാബ് ഓർ ആദിൽ. ജയിക്കണമെന്ന് 5 lakh ഞാൻ കൊടുക്കും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഗ്ലിച്ച് വരെ അടിക്കണം. ഇത്രയും കൂടെ പേരും കൂടെ വന്നിട്ടേ ഇതിൻ്റെ ഇടയിൽ എന്താണ് എടുക്കണം, പുഷപ്പെടുത്തോണ്ടിരിക്കണം. അത് സമ്മതിക്കേണ്ട കാര്യമാണ് മുത്തേ. എനിക്ക് തന്നെ ഒരു പരമാവധി ഗ്ലിച്ച് അടിക്കണമുണ്ട്. കയ്യും കാലും എല്ലാം കഴിക്കും മുത്തേ. ഉള്ള കാര്യം പറയാല്ലേ. നോക്കാം എടാ ഇതൊക്കെ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ അതിന് മുന്നേ? പുഷപ്പ് മത്സരമൊക്കെ എനിക്ക് വേണം ഞാനായിരിക്കും വെച്ചിട്ടുള്ളത്. ഉള്ള കാര്യം പറയാല്ലേ. ഞാൻ കണ്ടിട്ടില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞോ, ഞാൻ കണ്ടിട്ടില്ല. ആദിൽ നവാബ്. നിങ്ങൾ ആരെങ്കിലും നെറ്റ് പോയാൽ പോലും നിങ്ങൾ തോറ്റ്, ബേക്കായി പോയാലും നിങ്ങൾ തോക്കും. എന്തായാലും നോക്കാം. എനിക്ക് തന്നെ ഇവിടെ സഹിക്കാൻ പറ്റില്ല. എന്തിനാവും ഇതിൽ സിനിമയുടെ ക്ലൈമാക്സ് വരെ നമ്മൾ കാത്തിരിക്കൂലേ, അതുപോലെ ആയിപ്പോയി. ഇത് ട്വിസ്റ്റ് വരെ നമ്മൾ കാത്തിരിക്കും. അതേപോലെയാണ് ഇവിടെ ഇന്ന രീതിയിൽ നമ്മൾ കട്ടയ്ക്ക് നിൽക്കുവാണ് മുത്തേ. യോ ബ്രദർ, എനിക്ക് തന്നെ അത്രയ്ക്ക് ഇതായിപ്പോയി. നോക്കാം. എനിക്ക് തോന്നുന്നു ഈ മത്സരം തുടങ്ങി വെച്ച സെനോക്സ് അല്ലേ. ആദ്യം ഫസ്റ്റ് പുഷപ്പ് എടുക്കണം തുടങ്ങിയ സെനോക്സ് ഉണ്ടല്ലേ. അതിനുശേഷം നമ്മളെല്ലാവരും വന്നിരുന്നത്. ഞാൻ നോക്കാം. വാക്ക് ഗ്ലിച്ചായി. അതാര് ഇവനെ ഇടയ്ക്ക് ഗ്ലിച്ചാവണില്ല. കുഴപ്പമില്ല, സീനില്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ നീക്കവും നമ്മൾ ശ്രദ്ധിക്കണം മുത്തേ. ഉള്ള കാര്യം പറയാല്ല. ഇത് നമ്മളങ്ങനെ ഇതാക്കൂല മുത്തേ. നമ്മൾ കണ്ട് മനസ്സിലാക്കിയിരിക്കും. അതിലവിടെ നവാബ് വിടാം. ആരെങ്കിലും എണീക്കുമല്ല. രണ്ടാമത്തെ നവാബ് ഇതേ നവാബ് നോക്കട്ടെ. കാവിലെ പാട്ട് മത്സരത്തിന് കാണാം.
ഗോഡ് ഫാദർ കൊതിക്കണ്ട മുത്തേ. യോ ലിയോ ബ്രദർ, താങ്ക് യു ബ്രദർ, താങ്ക് യു. അവിടെ നിങ്ങൾ എനിക്ക് കാരണമെന്നില്ല, ജയിക്കണാക്ക് കൊടുത്തു. ഞാൻ ജയിക്കണാക്ക് എന്തായാലും 5 lakh കൊടുക്കും മുത്തേ, അത് ഉറപ്പാണ്. അത് നമ്മളെന്തായാലും കൊടുത്തിരിക്കും. ഞാൻ ഒന്ന് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അത് എനിക്ക് സ്പോൺസർ കിട്ടി, അതുകൊണ്ടാണ് ഞാൻ പിന്നെ 5 ആക്കിയത്. നിങ്ങൾ എനിക്ക് തരണ്ട, നിങ്ങൾ ജയിക്കണാക്കം കൊടുത്തേര്, അതാണ്. അതന്നെ, ജയിക്കണാക്കം പ്രോത്സാഹനമാകുമല്ലോ മുത്തേ. ഇത് എടാ എല്ലാവരും മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ മണിക്കൂറുകൾ കഴിയേണ്ടി വന്നാൽ പോലും, ഈ റൂമിൽ നിന്ന് മണിക്കൂർ കഴിഞ്ഞാൽ പോലും ഇത് കഴിയാതെ ഈ ലൈവ് ഇവിടെ എൻ്റെ ആവില്ല. ഇതിനൊരു തീർപ്പ് കിട്ടാതെ ഈ ലൈവ് ഇവിടെ എൻ്റെ ആവില്ല. റെഡ് ഫോക്സ് വരണം നോക്കണം. നിങ്ങളെല്ലാവരും ഇറങ്ങിപ്പോയി. അവസാനം ഞാനും നവാബും ആദിലും മാത്രമായാലും ശരി, ഒരാൾ അവസാനം ഗിവ് അപ്പ് ചെയ്യുമല്ലോ മുത്തേ, അത് വരെ റെഡ് ഫോക്സ് ഇവിടെ കാണും. മനസ്സിലായില്ലേ? അത് വരെ. ഇനി രാത്രി 10 മണി ആകേണ്ടി വന്നാലും നമ്മളിതിനൊരു തീർപ്പ് കണ്ടിട്ടേ പോകണോളൂ. ഇനി പോകണുള്ളൂ മുത്തേ. ഓക്കെ, ബൈ മച്ചാനെ, ബൈ. അതായിരിക്കും ബൈ പറഞ്ഞേ. ബൈ. ഓ, റിച്ച് മാമ കയറുന്ന അതിനിടയിൽ. റിച്ച് മാനക്ക് ഇതിൻ്റെ എവിടെ കയറുന്ന ഞാൻ കണ്ട പോലും ഇല്ലല്ലോ. റിച്ച് മാനക്ക് ഇതിൻ്റെ ഇടയിൽ ഉണ്ടാ അതിനിടയിൽ. എൻ്റെ മുത്തേ, ഞാനൊന്നും കണ്ട പോലും ഇല്ല. റിച്ച് മാൻ ഉണ്ട്. ഇപ്പം റിച്ച് മാൻ ഇത് കാണിച്ചല്ല, അത് നേരത്തെ വന്നതിൻ്റെയാണ്. ഓക്കെ, ബൈ. റെഡ് ഫോക്സ്, ഫേക്ക് റെഡ് ഫോക്സ് മുത്തേ, ഫേക്ക് റെഡ് ഫോക്സ്. ഇതാരി അടിച്ച് ഒട്ടിക്ക് ഫേക്ക് റെഡ് ഫോക്സ് അടിച്ചടാ. ഫേക്ക് റെഡ് ഫോക്സ് മുത്തേ, ഇത് ഞാൻ കേട്ടാ. ചേടാ, ഫേക്ക് റെഡ് ഫോക്സ് എടാ, ഇതാണ് ഞാൻ കേട്ടാ. ഇവൻ ഫേക്ക്. എനിക്ക് തോന്നുന്നത് മറ്റേ അവനാണ് കേട്ടാ. ഇത് അവൻ തന്നെ, മറ്റേ മിഹ്റൻ തന്നെ ഉറപ്പാണ് മുത്തേ. ഫേക്ക് റെഡ് ഫോക്സ്. എടാ ഞാൻ മുത്തേ, ഫേക്ക് റെഡ് ഫോക്സ് വരെ നമുക്ക് കയറാൻ തുടങ്ങി കേട്ടോ. ഉള്ള കാര്യം പറയാറ്. ഫേക്ക് റെഡ് ഫോക്സ് അവിടെ കണ്ട, അവിടെ ലൊട്ട ഇട്ടോണ്ടിരിക്കുകയാണ് മുത്തേ. ഗോൾഡ് ഇല്ല ബ്രോ, ഫേക്ക് റെഡ്. ഇതാരും അടിച്ചു ഫേക്ക് റൊട്ട ആരാണ് അത് അറിയാം. ഏതാ ഒരു ഫേക്ക് പരിപാടി കയറിയിട്ടുണ്ട്. ഫേക്ക് വന്നിട്ടുണ്ട്. ഏതാ ഒരു ഫേക്ക് ലൊട്ട കയറിയിട്ടുണ്ട്. എനിക്ക് മിഹ്റനായിരിക്കും. മിഹ്റൻ തന്നെ പറഞ്ഞു. മിക്കവാറും മിഹ്റനായിരിക്കും പേര് മാറ്റി വന്ന റെഡ് ഫോക്സ് എന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും നമ്മൾ മത്സരത്തിലാണ് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടെ വേറെ ലൊട്ട പറയത്തില്ല നമുക്ക്. നോക്കാം. അപ്പോൾ ഇനി ഭാവിയിൽ നമ്മുടെ റൂമിൽ ഒരുപാട് ഫേക്ക് റെഡ് ഫോക്സുകൾ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ടല്ലേ? ശരി തന്നെ, ഫേക്ക് റെഡ് ഫോക്സുകൾ വന്നിട്ട് എടാ ഞാനാണ് റിയൽ കേട്ടോ. നിങ്ങൾ ലൈവും കൂടെ കണ്ട് അത് മനസ്സിലാക്കണേ. എവനെങ്കിൽ നിങ്ങൾക്ക് ലൊട്ട കമൻറ്റ് ഇട്ട് വെച്ചാൽ ഞാൻ ഉത്തരവാദിയല്ലേ മുത്തേ. അതിലൊക്കെ എൻ്റെ പൊന്നെ, അവന്മാരവിടെ കണ്ട മുത്തേ, അവന്മാരെ കയ്യ് എല്ലാം കഴിച്ചു മുത്തേ. ഉള്ള കാര്യം പറയാല്ലേ മുത്തേ. അവിടെ എല്ലാവരും പോയി. എന്നിട്ട് ഇപ്പോൾ ഈ റൂമിൽ 7 പേരേ ഉള്ളൂ. 11 പേരാണുണ്ടായിരുന്നത് മുത്തേ. പറഞ്ഞല്ലോ മുത്തേ, നമ്മളിവിടെ കാണും. റെഡ് ഫോക്സ് ഇവിടെ കാണും മുത്തേ. അത്രേ ഉള്ളൂ. ഇതിൻ്റെ തീർപ്പ് കണ്ടിട്ട് ഞാൻ പോകണോളൂ. ഇതിപ്പോൾ നമുക്ക് ഒരിതായി, മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ആദ്യം വെച്ച് ഞാൻ നിർത്താൻ പാടില്ല ഒരിക്കലും. നമ്മളിതിൻ്റെ തീർപ്പ് കണ്ടിട്ടേ പോകണോളൂ മുത്തേ. അത്രേ ഉള്ളൂ. എടാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഒരു ചലഞ്ച് ചെയ്ത യൂട്യൂബറിനെ അറിയാം? അവിടെ സബ്സ്ക്രൈബേഴ്സ് പുഷപ്പ് ചലഞ്ച് CPM ചെയ്ത് ആരെങ്കിലും അറിയാമോ? അതിൻ്റെ ആംബുലൻസ് എമർജൻസി എന്ന് ഞാൻ ചെയ്തിട്ടാണ് മുത്തേ. ഇത് എനിക്ക് സെനോക്സ് സ്പോൺസറും ചലഞ്ച് തുടങ്ങിയ ആളും. പൊന്നെ, നവാബിനൊക്കെ അനങ്ങാൻ തന്നെ പറ്റുമോ? കയ്യും നവാബും അതിലൊക്കെ കട്ടയ്ക്ക് നിൽക്കുവാണ്. സത്യം അവർ എത്ര എടുത്തോണ്ടിരിക്കണം എന്നാ. സെനോക്സിന് നേരത്തെ എനിക്ക് തോന്നുന്നു നെറ്റ് എന്തിനാ ഇഷ്യൂ ആയി കാണില്ലേ? സെനോക്സ് അവിടെ പിടിച്ച് തന്നെയാണ്. തുടക്കം തൊട്ടേ സെനോക്സ് ഉള്ളതല്ലേ. എടാ, ഞാൻ ചലഞ്ചാണെന്ന് അറിഞ്ഞില്ല. ഞാൻ ചുമ്മാ എണീച്ചു കൊടുത്തു, അതാണ് ശ്രദ്ധിച്ചില്ല. അതെൻ്റെ മിസ്റ്റേക്കാണ്. എടാ, ഹസനെ ആരെങ്കിലും ആംബുലൻസ് വിളിക്കുന്നു. എടാ, ഹസൻ ഔട്ടായി പോയി. ഹസൻ ഔട്ടാണ്. ഹസൻ ചുമ്മാ എടുക്കണമെന്നേ ഉള്ളൂ. ഹസനെ കൂട്ടണം. നമ്മൾ മത്സരം ഒമാരമ്മിലാണ്. ആദിലും ഇവനുമാണ്. ഹസൻ നേരത്തെ എണീച്ച് നേരത്തെ എന്തിനാ മാറുവാണ്ട ഇതോടെ നിന്ന്. ഹസൻ പിന്നെ വന്ന് കിടന്നേ. രണ്ടാമത് വന്ന് കിടന്നതാണ്. തുടക്കത്തിൽ തുടങ്ങി നമ്മളൊരു 5 പേരാണ്. അതിൻ്റെ അകത്ത് നമ്മൾ നോക്കണം. ആദിൽ വസനാവാദ് തന്നെ.
അരുൺ നായർ ബ്രോ ഞാൻ വന്നു ലേറ്റ്. ഓക്കെ. ഓ അതാരാണ് ഹസൻ. യോ ഹസൻ മൂത്തി ഹസൻ ഔട്ട്. ഓ ഇത് കട്ടിക്ക് നിൽക്കുവാണ് കേട്ടാ, കട്ടാക്കി നിൽക്കുവാണേ.